നമുക്കിനി പ്രൊജക്റ്റ് ക്രാഷിങ്ങിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് the table gives data about duration and cost of various activities of project. The project overhead cost are 2000 per week. Per weekly 2000 ആണ് overhead cost. Find the optimum duration and cost associated with it. അതിൻ്റെ optimum duration അതിൻ്റെ കോസ്റ്റും കണ്ടുപിടിക്കാം. And also draw the least cost network. ഓക്കെ, അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ നോർമൽ ഡ്യൂറേഷനും നോർമൽ കോസ്റ്റും ക്രാഷ് ഡ്യൂറേഷനും ക്രാഷ് കോസ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്താ വേണ്ടത്, ഇതിൻ്റെ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുകയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക. ഫസ്റ്റ് അത് 1 to 2 എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വരച്ചു. ദെൻ 2 to 3 2 to 3 എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വരച്ചു. ദെൻ 2 to 4 എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വരച്ചു. ദെൻ 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയും വരച്ചു. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻസ് മാർക്ക് ചെയ്യാം. അതിൻ്റെ നോർമൽ ഡ്യൂറേഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ നോർമൽ ഡ്യൂറേഷൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിൻ്റെ നോർമൽ ഡ്യൂറേഷനും അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷനും മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മളിതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഈ നെറ്റ്വർക്കിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് ടിയും ടിഎലൊന്നും കണ്ടുപിടിക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം, എത്ര പാത്തുണ്ട് നോക്കുക, ഓരോ പാത്തിൻ്റെയും ടൈം പീരീഡ് ആഡ് ചെയ്യാം, അതിൻ്റെ നോർമൽ ഡ്യൂറേഷൻസ് ആഡ് ചെയ്യാം. സോ നമുക്കതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് 1 to ആക്ടിവിറ്റി 1 2 3 4 എന്ന് പറയുന്ന ഒരു പാത്തും അതുപോലെ തന്നെ ആക്ടിവിറ്റി 1 2 4 എന്ന് പറയുന്ന വേറൊരു പാത്തും, 2 പാത്താണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി 1 2 3 4 എന്ന് പറയുന്ന പാത്ത്, ആ ആക്ടിവിറ്റീസിനെ ആ ഒരു പാത്തിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് നോക്കും. അതിന് 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെ ഡ്യൂറേഷൻ 4 ആണ്, 2 to 3 5 ആണ്, 3 to 4 ആണെങ്കിൽ 4 ആണ്. സോ 4 + 5 + 4 എന്ന് പറയുന്നത് നമുക്ക് 13 വീക്ക് കിട്ടും ആദ്യത്തെ പാത്തിന്. സെക്കൻഡ് പാത്ത് 1 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി, അതിൽ 1 to 2 എന്ന് പറയുന്ന പാത്തിൻ്റെ ഡ്യൂറേഷൻ 4ഉം 2 to 4 ആണെങ്കിൽ 7. സോ നമുക്കത് 4 + 7 11 വീക്സ് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ആക്ടിവിറ്റീസിന് നമുക്ക് ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ 2 ക്രിട്ടിക്കൽ പാത്തുണ്ട്. ഫസ്റ്റ് പാത്തിൻ്റെ ഡ്യൂറേഷൻ 13 വീക്സും സെക്കൻഡ് പാത്തിൻ്റെ ഡ്യൂറേഷൻ 11 വീക്സും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തായിരിക്കും. ഏറ്റവും ലോങ്ങസ്റ്റ് എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഏറ്റവും കൂടിയ പാത്തായിരിക്കും. ആ പാത്തിൽ അതിനകത്തുള്ള ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്തുള്ള ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഡ്യൂറേഷൻ കൂടിയ പാത്ത് ഏതാ, 1 to 3 4 എന്ന് പറയുന്ന പാത്ത്. അതിൻ്റെ ഡ്യൂറേഷൻ 13 വീക്സ് ആണ്. സോ അതാണ് അതിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ക്രിട്ടിക്കൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ആക്ടിവിറ്റി അതിൻ്റെ ഡെൽറ്റ സി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ സ്ലോപ്പ്, ചേഞ്ച് ഇൻ കോസ്റ്റ്, ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടൈം. കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി ആണ് അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്യുക, ആ ഓരോ ആക്ടിവിറ്റീൻ്റെയും ഡെൽറ്റ സിയും ഡെൽറ്റ ടിയും കണ്ടുപിടിക്കാം, പിന്നെ അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് 1 to 2 2 to 3 ആ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസാണ്. 1 to 2 2 to 3 അതുപോലെ തന്നെ 3 to 4 അതുപോലെ തന്നെ 2 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിൻ്റെയും കൂടെ അവിടെ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും 1 to 2 2 to 3 3 to 4 അതുപോലെ തന്നെ 2 to 4 എന്ന് പറയുന്ന 4 ആക്ടിവിറ്റീസാണ്. ആ 4 ആക്ടിവിറ്റീൻ്റെയും കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. 4 ആക്ടിവിറ്റിൻ്റെയും കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ സി എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് ക്രാഷ് കോസ്റ്റിനകത്ത് നോർമൽ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ സി കിട്ടും. ഡെൽറ്റ ടി ആണെങ്കിൽ നോർമൽ ഡ്യൂറേഷനകത്ത് ക്രാഷ് ഡ്യൂറേഷൻ മൈനസ് ചെയ്ത് ഡെൽറ്റ ടി കിട്ടും. സോ ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണോ അതിനെയാണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുക. ഓക്കെ, ക്രാഷിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ പീരിയഡ് റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ടൈം പീരിയഡ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസാണ് നോക്കേണ്ടത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ 1 to 2 to 3 3 to 4 1 to 2 ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസ് 1 to 2 2 to 3 2 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ക്രിട്ടിക്കൽ പാത്തിലുള്ളത്. അപ്പോൾ ആ 3 ആക്ടിവിറ്റിയിലും ഏറ്റവും ലോവസ്റ്റ് ആ 3 ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് അതിനെ മാത്രം നോക്കാം. അതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഏത് ആക്ടിവിറ്റിക്കാണ് ഉള്ളതെന്നാണ് നമ്മളതിന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി അത് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്കാണ്. 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്കാണ് കോസ്റ്റ് സ്ലോപ്പ് 1500 എന്നുള്ള വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചു,
ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഏത് ആക്ടിവിറ്റിക്കാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ നോർമൽ ഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റും കണ്ടുപിടിക്കുക. അതായത് ഈ നെറ്റ്വർക്കിൻ്റെ ഇപ്പോഴത്തെ ഡ്യൂറേഷൻ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്കിൽ 13 days ആണ്. ക്രിട്ടിക്കൽ പാത്ത് 13 weeks ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റും എത്രയാണെന്ന് കാണാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും നോർമൽ കോസ്റ്റ് ആഡ് ചെയ്യാം. നോർമൽ ഡയറക്റ്റ് കോസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും നോർമൽ ഡയറക്റ്റ് കോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്ത് കിട്ടും? ഡയറക്റ്റ് കോസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിനും ആഡ് ചെയ്യണം. ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ മാത്രമല്ല എല്ലാ ആക്ടിവിറ്റീസിനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് കിട്ടും, നോർമൽ ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ നോർമൽ ഡയറക്റ്റ് കോസ്റ്റ് 4,000, 3,000, 3,600, 5,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15,600 എന്നുള്ള വാല്യൂ കിട്ടും. എന്താണത്? 15,600 എന്ന് വെച്ചാൽ നോർമൽ ഡയറക്റ്റ് കോസ്റ്റാണ്. അതായത് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ നോർമൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ് 15,600 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റും കണ്ടുപിടിക്കണം. ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ക്വസ്റ്റിനിൽ പറഞ്ഞത് 2,000 പെർ വീക്കാണ്. ഒരു വീക്കിൽ അതിൻ്റെ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ 13 weeks ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതിൻ്റെ ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തായിരിക്കും? 2,000 × 13. 2,000 × 13 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 26,000 കിട്ടും. ഓക്കെ, 26,000 കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. അതായത് 15,600 അതുപോലെ തന്നെ 26,000 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് അല്ല ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത് 41,600 ആണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടുക. ഓക്കെ, ഈ നെറ്റ്വർക്കിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 41,600 ആയിരിക്കും. അതിൻ്റെ നോർമൽ ഡ്യൂറേഷൻ നമുക്ക് കിട്ടുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ 13 weeks എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കാം. പിന്നെ അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നമ്മളതിൻ്റെ നോർമൽ ഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ നോർമൽ ഇൻഡയറക്റ്റ് കോസ്റ്റും കണ്ടുപിടിക്കുക. നോർമൽ ഡയറക്റ്റ് കോസ്റ്റും നോർമൽ ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൻ്റെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്രാഷിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ക്രാഷിംഗ് ആണ് അടുത്ത് ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ക്രാഷിംഗ്. വൈൽ എന്താണെന്ന് വായിച്ചു നോക്കുക. വൈൽ ക്രാഷിംഗ് ദ ആക്ടിവിറ്റീസ് വി ഷാൾ ഫസ്റ്റ് സെലക്ട് ദ ആക്ടിവിറ്റീസ് വിച്ച് ഹാസ് ദ മിനിമം കോസ്റ്റ് സ്ലോപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം കോസ്റ്റ് സ്ലോപ്പ് ഏത് ആക്ടിവിറ്റിക്കാണ് ഉള്ളത് അതിനാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദ ആക്ടിവിറ്റി 2 to 3 ഹാസ് ദ മിനിമം കോസ്റ്റ് സ്ലോപ്പ് ഓഫ് 1,500 പെർ വീക്ക്. ആക്ടിവിറ്റി 2 to 3-നാണ് മിനിമം കോസ്റ്റ് സ്ലോപ്പ് ഉള്ളത്. 1,500 നമ്മൾ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസാണ് നോക്കേണ്ടത്. ആ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിനകത്ത് ഏതിനാണ് മിനിമം കോസ്റ്റ് സ്ലോപ്പ് മിനിമം ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് 1 to 3, 4 എന്നുള്ള പാത്താണ്. അപ്പോൾ 1 to 2 to 3, 3 to 4 എന്നുള്ള പാത്തിൽ 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് 1,500 എന്ന് പറയുന്നതാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 2 to 3-ക്കാണ് അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യേണ്ടത് ഈ ആക്ടിവിറ്റി 2 to 3 ആണ്. ഓക്കെ, 1,500 per week critical activity in critical path. Let us crack this activity first. നമ്മൾ ആദ്യം അതിനെ ക്രാക്ക് ചെയ്യണം. ഇനി അതിന് നമ്മൾ എത്ര ഡേയ്സ് ക്രാക്ക് ചെയ്യണം നോക്കാം. അതിന് എത്ര ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 to 3 എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ നോർമൽ ഡ്യൂറേഷൻ 2 to 3 എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ആണ്. അതായത് 5 ഡേയ്സിന് നമ്മൾ ക്രാഷ് ചെയ്തിട്ട് 2ലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 - 2 ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അതിനെ ക്രാഷ് ചെയ്യേണ്ടത് 3 days ആയിട്ട് നമ്മളിതിനെ ക്രാഷ് ചെയ്യണം. ആക്ടിവിറ്റി 2 to 3-നെ നമ്മൾ 3 days ആയിട്ട് നമ്മൾ ആക്ടിവിറ്റി 2 to 3-നെ ക്രാഷ് ചെയ്യണം. പക്ഷേ നമ്മൾ ആക്ടിവിറ്റി 2 to 3-നെ നമ്മൾ 2 days ആയിട്ട് ക്രാഷ് ചെയ്യുമ്പോൾ അല്ല 3 days ആയിട്ട് ക്രാഷ് ചെയ്യുമ്പം ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ എന്താ സംഭവിക്കുക? ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ബാക്കി നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൂടെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈം സ്കെയിൽ നെറ്റ്വർക്ക് എന്നുള്ളത് ഇവിടെ വരച്ച് വെക്കുക. ആദ്യം നിങ്ങൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക. അതിനുശേഷം ടൈം സ്കെയിൽഡ് നെറ്റ്വർക്ക് ഡയഗ്രാം കൂടി വരക്കുക. ടൈം സ്കെയിൽഡ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് വെച്ചാൽ ജസ്റ്റ് ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷനും എന്താണ് ഓരോ ആക്ടിവിറ്റീസ് വരക്കാം. എന്നിട്ട് ഈ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ എത്രയാണെന്ന് കാണിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു ഡയഗ്രാം അതാണ് ടൈം സ്കെയിൽ നെറ്റ്വർക്ക്. അത് വരച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത് വരക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മൾ 3 days ആയിട്ട് നമ്മൾ അതിനെ ക്രാഷ് ചെയ്തെന്ന് വെച്ചു.
3 ഡേയ്സിൽ നമ്മൾ ആ ആക്ടിവിറ്റീനെ നമ്മൾ എന്താണ് 3 days ആയിട്ട് ക്രാഷ് ചെയ്തു, അതായത് 2 ആക്കി അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ 2 ആക്കി എന്ന് പറയുമ്പോൾ ഈ 2 to 3 എന്ന് പറഞ്ഞ ആക്ടിവിറ്റിൻ്റെ ഡ്യൂറേഷൻ അപ്പോൾ 2 ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ പാത്തിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻ എത്ര വരിക, ടോട്ടൽ ടൈം പീരീഡ് എത്ര വരിക, 4 + 2 + 4 എത്ര വരിക, 10 ആ വരിക അല്ലേ. മറ്റേ പാത്തിൻ്റെതോ 1 2 4 എന്ന് പറഞ്ഞ പാത്തിൻ്റെയോ 4 + 7 11 ആവും അല്ലേ. അപ്പോൾ എന്ത് ചേഞ്ചായി, ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ചായി. അതായത് നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ 3 days ക്രാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ആവും. ഓക്കെ, അങ്ങനെ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി 2 to 3ൻ്റെ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ആവും. അങ്ങനെ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് വരാൻ പാടില്ല, ക്രിട്ടിക്കൽ പാത്തിന് ചേഞ്ച് വരാൻ പാടില്ല. അപ്പം അതിൻ്റെ മീനിങ് എന്താ, നമ്മൾ ആ ആക്ടിവിറ്റീസിന് അത്രയും ദിവസം നമ്മൾ ക്രാഷ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ നമ്മൾ 3 days ക്രാഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇനി എത്ര ഡേ ക്രാഷ് ചെയ്യണം എന്നുള്ളത് നോക്കുക. അപ്പോൾ ആക്ടിവിറ്റി 2 to 3നെ നമ്മൾ 3 days ആയിട്ട് ക്രാഷ് ചെയ്യുമ്പം അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം മറ്റേ പാത്തിൻ്റെ ഡ്യൂറേഷൻ 11 ആവുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ 3 days ക്രാഷിങ്ങിന് പകരം നമ്മളതിനെ 2 days ആയിട്ട് ക്രാഷ് ചെയ്യാം. 2 days ആയിട്ട് ക്രാഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ 2 days മാത്രം കുറക്കുക. അതായത് ആക്ടിവിറ്റി 2 to 3ൻ്റെ ഡ്യൂറേഷൻ, ആക്ടിവിറ്റി 2 to 3ൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ക്രാഷ് ഡ്യൂറേഷൻ ആക്ടിവിറ്റി 2 to 3ക്ക് 2 ആണ് വേണ്ടത്. 2ന് പകരം നമ്മളത് 3 ആക്കുക. 2ന് പകരം 3 ആക്കുമ്പോൾ 5 - 3 എന്താണ്, 2 days അതിനെ ക്രാഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളങ്ങനെ 2 days ആയിട്ട് ക്രാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ, അതിന് ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്ര വരിക, 4 + 3 + എന്താണ് 4, അതായത് 11 വരും. മറ്റേ പാത്തിൻ്റെ ഡ്യൂറേഷനോ 7 + 4 11 വരും. രണ്ട് പാത്തിൻ്റെയും ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ചെയ്യുന്നില്ല, രണ്ട് പാത്തും ഡ്യൂറേഷൻ ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താണ് ഇന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ നമുക്ക് 2 days മാത്രമേ ക്രാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ആക്ടിവിറ്റി 2 to 3നെ നമുക്ക് 5 - 2 3 day ക്രാക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ എന്താണ്, ഹൗവർ ക്രാഷിങ് ഇറ്റ് ബൈ 3 week വിൽ എഫക്റ്റ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി 2 to 4. 2 to 4 എന്ന് പറയുന്നത് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിനെ എഫക്റ്റ് ചെയ്യും, അതായത് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ചെയ്യും. ഹെൻസ് ലെറ്റസ് റെസ്ട്രിക്ട് ദ ക്രാഷിങ് ഓഫ് 2 to 3 2 weeks ഓൺലി ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. അതുകൊണ്ട് നമുക്ക് ആക്ടിവിറ്റി 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ നമുക്ക് 2 weeks മാത്രമേ ആദ്യത്തെ സ്റ്റേജിൽ ക്രാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ആ ആക്ടിവിറ്റി 2 to 3നെ 2 days മാത്രം ക്രാഷ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക 2 days ക്രാഷ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എത്രയാണ് എക്സ്ട്രാ കോസ്റ്റ് വരുന്നത് നോക്കുക, ഡയറക്റ്റ് കോസ്റ്റ് എത്രയാണ് വരുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേബിൾ വരക്കാം. ആക്ടിവിറ്റി മാർക്ക് ചെയ്യുക 2 to 3. ആക്ടിവിറ്റിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ 2 days ആയിട്ടാണ് കുറക്കുന്നത്. ടോട്ടൽ ഡ്യൂറേഷൻ 13 ആയിരുന്നു. 13 - 2 ചെയ്യുമ്പോൾ ടോട്ടൽ ഇപ്പോഴത്തെ ഡ്യൂറേഷൻ കിട്ടും, 11 week കിട്ടും. ഇനി എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രാ കോസ്റ്റ് എന്ന് വെച്ചാൽ ക്രാഷിങ്ങിനെ കൊണ്ടുണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക, അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പിനെ നമ്മൾ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എത്ര ഡേ ആണ് നമ്മൾ ക്രാഷ് ചെയ്യുന്നത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ ക്രാഷ് ചെയ്യുന്നത് 2 day ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 1500 ആണ്. സോ 1500 × 2 3000 വരും വാല്യൂ. ഓക്കെ, ഇനി അതിനുശേഷം അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ ഡയറക്റ്റ് നോർമൽ കോസ്റ്റ് എന്ന് വെച്ചാൽ 15600 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യുക, ഈ ക്രാഷിങ് കൊണ്ടുണ്ടായിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റ് കൂടി ആഡ് ചെയ്യുക, അതായത് 3000 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് 18600 എന്ന് പറയുന്ന ഡയറക്റ്റ് കോസ്റ്റ് കിട്ടും. ഇനി അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഓവർഹെഡ് കോസ്റ്റ് 2000 ആണ്. അപ്പോൾ 2000 എത്ര ഡേയ്സിൻ്റെ ഡ്യൂറേഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് കിട്ടും. അപ്പോൾ 2000 ഇൻറ്റു ഇവിടെ ഡ്യൂറേഷൻ 11 week ആണ്. 2000 × 11 week 22,000 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റ് കോസ്റ്റും ഈ ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാം. സോ ടോട്ടൽ കോസ്റ്റ് 40600 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ 2 days ക്രാഷ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിച്ചു. ക്രാഷിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കുക, then അതിനുശേഷം ഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. നമുക്ക് അടുത്തത് അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇവിടെ അങ്ങനെ ആക്ടിവിറ്റി 2 to 3നെ 2 days ക്രാഷ് ചെയ്തിട്ടുള്ള അതിൻ്റെ എന്ത് വരക്കാം, ടൈം സ്കെയിൽ നെറ്റ്വർക്ക് ഇവിടെ കാണിക്കാം. അത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം ടൈം സ്കെയിൽ നെറ്റ്വർക്ക് വരച്ചു. പിന്നെ നമുക്കതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ക്രാഷിങ് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ് ക്രാഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇനി ഇതിനകത്ത് കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ
ഇപ്പോൾ ഇവിടെ എന്താണ് 2 ക്രിട്ടിക്കൽ പാത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ചെയ്യേണ്ടത്. ദ സെക്കൻഡ് സ്റ്റേജ് ക്രാഷിംഗ്. ദ ആക്ടിവിറ്റി 2 to 4 lying on the parallel path has also become critical. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് 1 2 3 4 1 2 3 4 എന്ന് പറയുന്ന പാത്തും അതുപോലെ തന്നെ 1 2 4 എന്ന് പറയുന്ന പാത്തും 2 പാത്തും ഇവിടെ ക്രിട്ടിക്കലായി. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി 2 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ക്രിട്ടിക്കലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ദ ആക്ടിവിറ്റി 2 to 3 cannot be crashed alone unless activity 2 to 4 is also crashed. ഫർദർ ക്രാഷിംഗ് ക്യാൻ ബി ഡൺ വിത്ത് 3 ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റി 2 to 3 നമുക്കിനി ക്രാഷ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആക്ടിവിറ്റി 2 to 3 ക്രാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി 2 to 4 എന്ന് പറയുന്ന വേറൊരു ആക്ടിവിറ്റി കൂടി അതിനകത്ത് വന്നു, ആ ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കൂടി വന്നു, അതിനെ കൂടി നമ്മൾ ക്രാഷ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ആക്ടിവിറ്റി 2 to 3 മാത്രമായിട്ട് നമുക്കിനി ക്രാഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ഇവിടെ പുതിയൊരു വേറൊരു ഓൾട്ടർനേറ്റീവ് 3 കേസസ് വരും. എങ്ങനെയൊക്കെ? ഇനി നമുക്ക് ക്രാഷിങ്ങിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നിക്കൽ നമുക്ക് 2 to 3 2 to 4 ഒരുമിച്ച് ക്രാഷ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്രാഷ് ആക്ടിവിറ്റി 2 to 3 and 2 to 4 സൈമിൾട്ടേനിയസ്ലി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ക്രാഷ് ആക്ടിവിറ്റി 2 to 3 and 2 to 4 സൈമിൾട്ടേനിയസ്ലി ക്രാഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 3 to 4 2 to 4 ഒരുമിച്ച് ക്രാഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 1 to 2 മാത്രം ക്രാഷ് ചെയ്യാം. ഈ ഒരു 3 പോസിബിലിറ്റി മാത്രമേ ഇനി ഇവിടെ പറ്റുള്ളൂ. ഒന്നിക്കൽ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിനെ മാത്രം, അത് ബാക്കി ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതിനെ മാത്രം നമുക്ക് 2 days ക്രാഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 to 3 2 to 3 2 to 4 ഒരുമിച്ച് ക്രാഷ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് ഒരുമിച്ച് ക്രാഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് 3 to 4 2 to 4 നമുക്ക് ഒരുമിച്ച് ക്രാഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ 2 ഓപ്ഷൻസാണ്, 3 ഓപ്ഷനാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ 3 ഓപ്ഷൻ്റെയും കോസ്റ്റ് സ്ലോപ്പ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കാം. അതാണ് വേണ്ടത്. 3 ഓപ്ഷൻ്റെയും 3 കേസിൻ്റെയും കമ്പയർഡ് കോസ്റ്റ് സ്ലോപ്പ് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലേറ്റവും കോസ്റ്റ് സ്ലോപ്പ് കുറവ് ഏതാണോ അതിനെ നമ്മൾ ക്രാഷ് ചെയ്യാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ കേസിൽ നമുക്ക് അത് ആ കോസ്റ്റ് സ്ലോപ്പിനെ ബേസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയൊരു ക്രിട്ടിക്കൽ പാത്ത് കൂടി ഇവിടെ വന്നു. സോ ആ പാത്ത് കൂടി കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ഓപ്ഷൻസ് ഇവിടെ 3 ഉള്ളൂ. സോ 3 ആൾട്ടർനേറ്റീവ്സ് തിരഞ്ഞെടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ കേസ് ക്രാഷിങ് 2 to 4 and 2 to 3 നമ്മൾ ക്രാഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാണെന്നുള്ള കാര്യം നോക്കും. അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 to 3 2 to 4 കോസ്റ്റ് സ്ലോപ്പ് ആഡ് ചെയ്യാം. 2 to 3 കോസ്റ്റ് സ്ലോപ്പ് 1500 2 to 4 1200. സോ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2700 പെർ വീക്ക് കിട്ടും. ആ ഒരു ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് 3 to 4 2 to 4 3 to 4 കോസ്റ്റ് സ്ലോപ്പ് 2500 2 to 4 1200. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 3700 പെർ വീക്കിനുള്ള കോസ്റ്റ് സ്ലോപ്പ് കിട്ടും. ഇനി 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ മാത്രമാണെങ്കിൽ 4000 പെർ വീക്കാണ് അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി 2700 3700 4000 3 കേസാണുള്ളത്. ഇനി ആ 3 കേസിലും ഏറ്റവും കുറവ് ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഏത് കേസിനാണ് നോക്കുക, അതിനെ നമ്മൾ ക്രാഷ് ചെയ്യാം. അപ്പോൾ അത് 3 കേസിലും ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വരുന്നത് ഫസ്റ്റ് കേസിനാണ്. 2 to 3 and 2 to 4 എന്ന് പറയുന്ന ക്രാഷിംഗ് ആക്ടിവിറ്റി 2 to 3 and 2 to 4 എന്ന് പറയുന്ന ആ ഒരു കേസിനാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വരുന്നത്, അതായത് 2700 എന്നുള്ള വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മളിനി അതിനെ ക്രാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുക 2 to 3 2 to 3 അതുപോലെ തന്നെ 2 to 4 ആണ്. 2 to 4 2 to 3 ആണ്. അപ്പോൾ 2 to 3 നമുക്ക് 3 - 2 1 വീക്ക് ചെയ്യാം. 2 to 4 ആണെങ്കിൽ 7 - 5 2 വീക്സ്. 2 വീക്സാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്, 2 വീക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് 3 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് 1 വീക്കും 2 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് 2 വീക്ക് ക്രാഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം പക്ഷേ നമുക്ക് 2 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് 2 വീക്സ് ഫുള്ളായിട്ട് ക്രാഷ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിനെ 2 വീക്ക് ഫുള്ളായിട്ട് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ ക്രിട്ടിക്കൽ പാത്ത് ഫോം ചെയ്യും, ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് അതിനെ ഫുള്ളായിട്ട് ക്രാഷ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ടിനും ഒരുമിച്ച് ക്രാഷ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഡേ ക്രാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആക്ടിവിറ്റി 2 to 4 അതുപോലെ തന്നെ 2 to 3 നമുക്ക് 1 ഡേ ക്രാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, out of this first alternative has the minimum cost slope. So crash activity 2 to 3 and 2 to 4 by 1 week.
അപ്പോൾ 2 to 3നെ 2 to 4നെ 1 വീക്ക് നമുക്ക് ക്രാഷ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ 2 to 3നെ 2 to 4നെ 1 വീക്ക് ക്രാഷ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ ഡയഗ്രാം വരക്കാം, ടേബിൾ വരക്കാം, ആക്ടിവിറ്റി മാർക്ക് ചെയ്യാം. 1 വീക്ക് ക്രാഷ് ചെയ്യുമ്പോൾ നേരത്തെ 11 ആയിരുന്നു നേരത്തെ ഡ്യൂറേഷൻ കിട്ടിയത് ഫസ്റ്റ് സ്റ്റേജ് ക്രാഷിങ് കഴിഞ്ഞപ്പോൾ. സോ 11 - 1 10 വരും. ഇനി അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് എന്ന് വെച്ചാൽ ആ 2 to 3 and 2 to 4 എന്ന് പറഞ്ഞ കോസ്റ്റ് സ്ലോപ്പിന് അതിൻ്റെ ഡ്യൂറേഷനെ കൊണ്ട് എത്ര ഡേ ആണോ ക്രാഷ് ചെയ്ത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 2700 അതിന് ഒരു ഡേ ആണ് നമ്മൾ ക്രാഷ് ചെയ്തത്. സോ അതിന് 2700 വരും എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രാഷിങ്. ഇനി ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ കേസിലെ ഡയറക്റ്റ് കോസ്റ്റ് എത്രയാണോ, നേരത്തെ കേസിൽ ഡയറക്റ്റ് കോസ്റ്റ് 18,600 ആ 18,600 കൂടെ നമ്മളിതിൻ്റെ ഈ 2700 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 21,300 കിട്ടും അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ. ഇനി അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഓവർ ഹെഡ് കോസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ ഡ്യൂറേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2000 + 2000 × 10 20,000 ആണ് അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് കിട്ടും. ഇനി അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ 41,300 നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ 2 to 4നെ 1 ഡേ ക്രാഷ് ചെയ്തപ്പോൾ ഉണ്ടായ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ. ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക. നേരത്തെ ഫസ്റ്റ് സ്റ്റേജ് ക്രാഷിങ് കഴിഞ്ഞപ്പോൾ ഉള്ള ഡ്യൂറേഷൻ്റെ അതിന് ഇപ്പോൾ എത്രയാണോ നമ്മൾ ക്രാഷ് ചെയ്ത് അത് മൈനസ് ചെയ്യുക. ദെൻ ആ ഡ്യൂറേഷൻ നമ്മൾ അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിന് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഈ എക്സ്ട്രാ കോസ്റ്റ് ആഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ് കോസ്റ്റിൻ്റെ കൂടെ ഡ്യൂറേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് കിട്ടും. സോ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ക്രാഷിങ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് ക്രാഷിങ് കഴിഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ഡയഗ്രം ഇവിടെ കാണിക്കാം. ടൈം സ്കെയിൽ ഡയഗ്രം കാണിക്കാം. ടൈം സ്കെയിൽ ഡയഗ്രത്തിനകത്ത് 1 to എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷനും നോക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താണ്, അടുത്തത് കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞത് ഏത് കേസാണ് നോക്കാം. കോസ്റ്റ് സ്ലോപ്പ് അടുത്തത് എന്ന് പറയുന്നത് 3700, അതായത് 3 to 4 and 2 to 4നെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നതാണ്. 3 to 4നെയും ആക്ടിവിറ്റി 3 to 4നെയും 2 to 4 എന്ന് പറയുന്നത് രണ്ട് ആക്ടിവിറ്റിനെ കമ്പൈൻഡ് ആയിട്ട് ക്രാഷ് ചെയ്യുമ്പോഴാണ് അടുത്തത് കോസ്റ്റ് സ്ലോപ്പ് കുറവുള്ളത്. സോ നമ്മൾ അതിനെ ക്രാഷ് ചെയ്യണം. അതിനെ ക്രാഷ് ചെയ്യുമ്പോൾ എത്ര ഡേ ക്രാഷ് ചെയ്യാൻ പറ്റും? 2 to 4നെ 6 - 5 1 ഡേ. അടുത്ത 3 to 4 ആണെങ്കിൽ 4 - 2 2 ഡേ. അപ്പോൾ ഇതിനകത്ത് മിനിമം എന്ന് പറയുന്നത് 1 ഡേ മാത്രമേ ക്രാഷ് ചെയ്യാൻ പറ്റൂ. 2 ഡേ ക്രാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ചെയ്യും. സോ അങ്ങനെ 2 ഡേ ക്രാഷ് ചെയ്യാൻ പറ്റില്ല, 1 ഡേ മാത്രമേ ക്രാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. മിനിമം വരുന്ന വാല്യൂ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആക്ടിവിറ്റി 2 to 4നെയും ആക്ടിവിറ്റി 3 to 4നെയും നമ്മൾ 1 വീക്ക് ക്രാഷ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് രണ്ടിനെയും 1 വീക്ക് ക്രാഷ് ചെയ്യുമ്പോൾ എന്താണ്, 2 to 4നെയും 3 to 4 ആക്ടിവിറ്റി 1 വീക്ക് ക്രാഷ് ചെയ്യുമ്പോൾ നേരത്തെ ഡ്യൂറേഷൻ 10 വീക്കാണ്, 10 - 1 9 കിട്ടും അതിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പിന് എത്ര ഡേ ആണോ ക്രാഷ് ചെയ്ത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3700 കിട്ടും. അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 3700 അതിനെ 1 ഡേ ആണ് ക്രാഷ് ചെയ്തത്. സോ 3700 കിട്ടും എക്സ്ട്രാ കോസ്റ്റ്. ഇനി അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഈ എക്സ്ട്രാ കോസ്റ്റ് ആഡ് ചെയ്യാം. നേരത്തെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 21,300 പ്ലസ് 3,700 ആഡ് ചെയ്യുമ്പോൾ 25,000 കിട്ടും. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ് കോസ്റ്റിന് ഇപ്പോഴത്തെ ഡ്യൂറേഷൻ 9 ഡേ ആണ്, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും, 43,000 കിട്ടും ടോട്ടൽ കോസ്റ്റ്. ഇനി ഓരോ സ്റ്റേജ് ക്രാഷിങ് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം സ്കെയിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത്. അപ്പോൾ 3rd സ്റ്റേജ് കഴിഞ്ഞു, അതിൻ്റെ ടൈം സ്കെയിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, ഇനി ഏതിനാണ് ക്രാഷ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഇവിടെ 2 to 4 കംപ്ലീറ്റ്ലി ക്രാഷ് ചെയ്തു, 3 to 4 1 ഡേ ബാക്കിയുണ്ട്, 2 to 3 കംപ്ലീറ്റ്ലി ക്രാഷ് ചെയ്തു. പിന്നെ 1 to 2 എന്ന് പറയുന്നത് 2 ഡേയ്സ് ബാക്കിയുണ്ട്, 2 വീക്സ് ബാക്കിയുണ്ട്. പക്ഷേ നമുക്ക് 3 to 4നെ നമുക്കിനി ക്രാഷ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 to 4നെ ചെയ്യുന്നുണ്ടെങ്കിൽ 2 to 4 എന്ന് പറഞ്ഞ ആക്ടിവിറ്റിനെയും ക്രാഷ് ചെയ്യണം. പക്ഷേ 2 to 4നെ ഇനി ക്രാഷ് ചെയ്യാൻ പറ്റില്ല, അത് ഫുള്ള് കംപ്ലീറ്റ്ലി ക്രാഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ നമ്മൾ നോക്കുക, അടുത്തത് നമ്മളെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 to 2 ആണ്. 1 to 2 ആണ് അടുത്ത കോസ്റ്റ് സ്ലോപ്പ് കുറവുള്ളത്. അതിനെ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ, നെറ്റ് ക്രാഷിങ് ചെയ്യാനുള്ളൂ. അതിനെ മാത്രമേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ, 3 to 4നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ 4 - 2 എത്ര ഡേ ക്രാഷ് ചെയ്യണം? 2 days, 2 വീക്സ്. അപ്പോൾ നമ്മളിതിനെ ആക്ടിവിറ്റി 1 to 2നെ 2 വീക്സ് ക്രാഷ് ചെയ്യാം. ആക്ടിവിറ്റി 1 to 2നെ 2 വീക്ക് ക്രാഷ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ 9 ആണ് ഇവിടെ ഉള്ളത്, 9 - 2 7 കിട്ടും. എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 4,000 ആണ്, 24,000 8,000 കിട്ടും. അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടല്ലോ 25,000 പ്ലസ് 8,000 33,000 കിട്ടും. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് 20,000 ഇൻറ്റു അതിൻ്റെ ഡ്യൂറേഷൻ 7 ആണ്, അത് മൾട്ടിപ്ലൈ, സോ 14,000 കിട്ടും. അതിന് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 47,000 ആണ് കിട്ടുന്നത്.
അപ്പോൾ 4th സ്റ്റേജ് ക്രാഷിങ് കഴിഞ്ഞു. അതിൻ്റെ നെറ്റ്വർക്കല്ല ടൈം സ്കെയിൽഡ് നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ഇതിൻ്റെ 3 to 4 മാത്രമേ ക്രാഷ് ചെയ്യാൻ ബാക്കിയുള്ളൂ. പക്ഷേ അതിനെ ക്രാഷ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഒപ്റ്റിമം ഓരോ പ്രൊജക്റ്റിൻ്റെ ക്രാഷിങ് ഫുൾ സ്റ്റേജ് എല്ലാ സ്റ്റേജ് ക്രാഷിങ്ങും ചെയ്തു. ഇതിനകത്തുള്ള ഒപ്റ്റിമം കോസ്റ്റും അതുപോലെ തന്നെ ഒപ്റ്റിമം ഡ്യൂറേഷനും അതിൻ്റെ മിനിമം കോസ്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ഡേയ്സിലാണ് മിനിമം കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ടുള്ളത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് മുതൽ നോക്കുക, ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തെ കേസിൽ 11 ഡേ ആകുമ്പോൾ 40,600 ആയിരുന്നു. ഓക്കെ, ഇനി അത് 11 ഡേ എന്ന് മാറിയിട്ട് 10 ഡേ ആകുമ്പോൾ എത്രയായി? 41,300 ആയി. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 9 ആകുമ്പോൾ 43,000, അടുത്തത് 7 ആകുമ്പോൾ 47,000 ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറവെന്ന് പറയുന്നത് 11 ഡേയ്സിൽ 40,600 ഏറ്റവും കുറവ്. അപ്പം ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 11 വീക്സും ഒപ്റ്റിമം കോസ്റ്റ് എന്ന് പറയുന്നത് 40,600 ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെയും ഡയറക്റ്റ് കോസ്റ്റിൻ്റെയും കർവ് വരക്കും. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റിൻ്റെയും കർവ് വരക്കും. എന്നിട്ട് അതിൽ മിനിമം ഒപ്റ്റിമം ഡ്യൂറേഷനും ഒപ്റ്റിമം കോസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇത്രയും കർവ് വരക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കർവ് വരക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇത്രയും എഴുതിയിട്ട് അവിടെ വെച്ച് നിർത്തിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം, അത് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.